മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്ന ദളിത് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യം പതിറ്റാണ്ടുകളായി ഉയർന്നിട്ടും മുഖം തിരിക്കുകയാണ് അധികൃതർ. കിളിമാനൂർ പഴയ കുന്നുമ്മേൽ പഞ്ചായത്തിലെ കുഴിവിള ഇരപ്പിൽ നഗറിലെ 14 ദളിത് കുടുംബങ്ങളാണ് മരണഭയത്തോടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. പഴയകുന്നുമ്മൽ പഞ്ചായത്തിലെ 11ാം വാർഡായ മഹാദേവേശ്വരമാണിത്. കുഴിവിള ഇരപ്പിൽ നഗർ ആണ് ഈ കാണുന്ന സ്ഥലം. ഇവിടെ ഏതാണ്ട് 14ഓളം കുടുംബങ്ങൾ ഈ കുന്നിൻ ചെരുവിലാണ് താമസിക്കുന്നത്. അവരുടെ വീടുകളിലേക്കുള്ള വഴിയാണിത്. മുട്ട് പരസ്പരം ഇടിക്കാതെ ഇതുവഴി കയറിപ്പോകാൻ സാധിക്കില്ല. ഇരപ്പിൽ നഗറിൽ 14 ദളിത് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, രോഗികളുണ്ട്. കുന്നിൻ ചരുവിലെ വീടുകളിലേക്ക് കയറി ചെല്ലുന്നത് നൂൽപാലത്തിലൂടെ ജീവൻ പണയം വെച്ച്. 5 കിലോ അരി മേടിച്ചാൽ ഞാൻ 3 ദിവസമാണ്. ഒറ്റ ദിവസം കൊണ്ട് കയറിപ്പോണം. ഞാൻ 3 ദിവസം കൊണ്ടാണ് അരി കൊണ്ട് കയറിപ്പോണത്. കുട്ടികൾ പഠിക്കാൻ പോണു. രാത്രി ജോലി കഴിഞ്ഞ് രാത്രി ഒരു പെങ്കൊച്ചിനായാലും ഒരു ആണുങ്ങൾക്കായാലും കയറി വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ട്. ഇപ്പം ഈ പകൽ ഈ വഴി വന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായല്ലോ. വഴി സൗകര്യമില്ലാത്തതിനാൽ അസുഖബാധിതരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ദുരവസ്ഥ. ഉറ്റവരുടെ മൃതദേഹം പോലും ഒരു നോക്കു കാണാൻ വീട്ടിലേക്ക് എത്തിക്കാനാകാത്ത ദുര്യോഗമാണ് ഈ കുടുംബങ്ങൾക്ക്. കാരണം എൻ്റെ ഭാര്യയാണ് കൊണ്ടുവന്ന് കാനറ കൊണ്ടുവന്ന് അടക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇത്രയും ചെയ്തു വെച്ച് ഈ നാട്ടുകാരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഈ വഴിയിൽ പെരുവഴിയിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് കാനറ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. 2019 പ്രളയ സമയത്ത് ഈ കുന്നിങ്ങനെ ഇടിഞ്ഞു വന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ ഈ വീടിൻ്റെ ചുവരില്ല അതിൻ്റെ പുറകിലേക്ക് വന്നിടിച്ച് അങ്ങനെ നിൽപ്പുണ്ട്. ഇത് കുഴിവിള ഇരപ്പിൽ സ്വദേശി അനിതയുടെ വീടാണിത്. ഏതു നിമിഷവും ഈ വീട് ഇനിയൊരു വലിയ മഴയുണ്ടായാലും ഈ വീട് തകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഈ അനിതയുടെ മാത്രം വീടിൻ്റെ അവസ്ഥയല്ല. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളും ഇത്തരത്തിൽ ഭീഷണിയിലാണ്. ഒട്ടുമിക്ക എല്ലാ വീടുകളുടെയും അടിസ്ഥാനം പോയിരിക്കുകയാണ്. വീടുകൾ വിണ്ട് കീറി പിളർന്നിരിക്കുകയാണ്. വീട് കംപ്ലീറ്റ് മുറിഞ്ഞിങ്ങനെ മാറി. ഈ ഭിത്തി മൊത്തം മുറിഞ്ഞ് അകത്തെ ഭിത്തികളെല്ലാം പിളർന്ന് ഒരാളിന് കയറി പോവാ. 3-4 സെന്റ് വസ്തുവിലാണ് വീടുകൾ. പലതിന്റെയും അസ്ഥിവാരം വരെ തകർന്നിരിക്കുന്നു. ഏതു സമയത്തും നിലം പൊത്താം. മഴക്കാലത്ത് മലവെള്ളം വീടുകൾക്കിടയിലൂടെ ഇരച്ചെത്തും. ഏതു സമയത്തും മണ്ണിടിച്ചിലുണ്ടാകാമെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. വീടൊന്നും ഇല്ല, എല്ലാം ഇടിഞ്ഞു പോയി. വഴികളോട് മൊത്തം ഇന്നലത്തെ മഴയിൽ ഒരു വീടും കാണത്തില്ല. കാരണം ഇപ്പം തന്നെ പെരിച്ചാടി തോണ്ടി എല്ലാം മണ്ണിളക്കി ഇട്ടിരിക്കുകയാണ്. കുന്നുകളുണ്ട്, പാറയുമാണ് മുകളിൽ. വീടിന് എപ്പോഴും അപകടം സംഭവിക്കുക. 2 കാലിനും സ്വാധീനമില്ലാത്ത സുകുമാരന് സ്വന്തം വീട്ടിൽ കയറിക്കിടക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ കാല് വയ്യാതായിട്ട് 12 കൊല്ലക്കാലമാണ്. അപ്പോൾ എനിക്ക് അവിടെ കയറി പോകത്തില്ല. മഴക്കാലം ആകുമ്പോൾ പിന്നെ ഒട്ടും കയറി പോകത്തില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേടിച്ച് വാടക വീടെടുത്ത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. വീടും വഴിയും വേണമെന്നത് ഈ കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പറഞ്ഞു മടുത്തൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1 ഈ മുച്ചഭൂമിയിൽ അവർ കുടിൽ കെട്ടി താമസം ആരംഭിച്ചു. കൃത്യം 5 റവന്യൂ അധികാരികൾ ഇവിടേക്കെത്തി ആ കുടിൽ പൊളിച്ചു. അന്ന് ഈ മനുഷ്യർക്ക് കൊടുത്ത ഉറപ്പാണ് വീടും അവർക്ക് സുരക്ഷിതമായ വഴിയും ഒരുക്കി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന്. നാളിതുവരെ ഒരാൾ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി വരുന്ന മഴയത്ത് ഇവർ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങും. അവർ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്ക്, ഞങ്ങളെ കൊല്ലും, എന്തോ ചെയ്യട്ടെ. എന്നാലും മണ്ണിടിഞ്ഞ് 1-2 അല്ലെങ്കിൽ ചാവുന്നെങ്കിൽ ഒരു ഒത്തങ്ങ് മരിക്കണം സാറേ. 1 ചത്ത് 2 കിടന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി പേര് കിടന്നിട്ട് ഫലമില്ല. 72 വയസ്സുള്ള സുമതി അമ്മയുടെ വീടാണിത്. ഈ കുന്നിൻ മുകളിലേക്ക് ഇരുന്നും നിരങ്ങിയും ഒക്കെയാണ് സുമതി അമ്മ കയറി വരുന്നത്. വീടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതം തോന്നുന്നുണ്ടാകും. കുടിലാണ്. ടാർപോളിനും മറ്റുമൊക്കെ വെച്ച് കെട്ടിമറച്ച ഒരു കുടിൽ.
തന്നെയാണ്. അല്ല ഇത്രത്തോളം എന്ന് പറയാൻ എനിക്ക് പറഞ്ഞൂടാ. മഴ പെയ്യുമ്പോൾ പേടിയാണ്. മേളിൽ നിന്ന് വെള്ളം വരും, ഇനി ചാടി ഇതിലേക്കൂടെയൊക്കെ വെള്ളം ഓടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ രാത്രി ഉറക്കമില്ല എനിക്ക്. ഉറങ്ങാതെ എണീച്ചിവിടെ ഇരിക്കും. മഴ പെയ്ത് തീരുന്നത് വരെ ഇരിക്കും. ഇടി വെട്ടുമ്പോഴും പേടിയാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞ്. താമസിക്കാൻ അടച്ചുറപ്പുള്ള വീടും കയറിയിറങ്ങാൻ സുരക്ഷിതമായ വഴിയും മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശത്തിന് കുഴിവിള ഇരപ്പിൽ നഗറിലെ ഈ ജനങ്ങൾ അർഹരല്ല എന്ന് പഴയകുന്നുമ്മേൽ പഞ്ചായത്ത് അധികാരികളും സംസ്ഥാന സർക്കാരിനും പറയാൻ സാധിക്കുമോ? അടിയന്തരമായി ഈ ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ വീടുകൾ അവർക്ക് ഒരുക്കി നൽകേണ്ടതുണ്ട്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജീവൻ പണയം വെച്ചാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. മഴക്കാലമാകുമ്പോൾ ആശങ്കയും നെഞ്ചിടിപ്പും കൂടുന്നു. അധികൃതരുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വെക്കുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഓരോ വീടുകളും നമ്മളെ സ്വപ്നങ്ങളാണ്. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുന്നിൻ്റെ മണ്ടയിൽ അങ്ങനെ കെട്ടിയെടുത്തത്. നമ്മൾക്ക് വീട് വയ്ക്കുന്ന സമയത്തൊക്കെ ആ റോഡിലൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്. അന്ന് അവിടെ നിന്ന് ഈ പരസ്പര സഹകരണം ഉള്ളതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ചുമന്ന് കയറ്റിയാണ് ഓരോ സാധനങ്ങൾ ഇവിടെ കെട്ടിവെച്ചത്. അതിങ്ങനെ ഇടിഞ്ഞു വീണതുകൊണ്ടാണ് ഇവരെല്ലാവരും കാല് പിടിച്ച് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളെ മക്കളെ കാലത്തെങ്കിലും വല്ലതും കിട്ടണമെന്ന് പറഞ്ഞ് ഒരേ ഭരണകർത്താക്കൾ വരുമ്പോഴും വഴി ശരിയാക്കി തരാം, സിമൻ്റ് ഇട്ട് തരാം, കമ്പി വഴി ഉണ്ടാക്കി തരാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് പോകണം. അവർ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ഭാഗത്തോട്ടേ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒന്നേ എനിക്ക് ഭൂമി തരണം. അതിൽ എനിക്ക് വീട് തന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ചെറ്റക്കുള്ളിൽ വെച്ചാൽ കിടന്നോളാം. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് മാറിയേ കൊള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കിടന്ന ആ കൊച്ചുങ്ങളും ഞാനും ഇവിടെ കാണൂല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ഉറപ്പുണ്ട്, കാണൂല. മാറണം. നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റി 5 സെൻറ്റ് മണ്ണ് തന്ന് എവിടെയെങ്കിലും ഒരു മാടം കെട്ടി തരാനുള്ള ഇത് നമ്മളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. ഇതങ്ങ് വേണമെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുക.